അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാറിന്റെ പേര് തെറ്റി വിളിക്കുന്നത്. ഞാൻ അവസരങ്ങളല്ല, സത്യമായിട്ടും ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു. അതിൽ വലിയ സന്തോഷം. വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആഗ്രഹിച്ച് സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത്. സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ്. ഇപ്പൊ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട്. വലിയ സന്തോഷം. ഞാനും ആന്റണി ചേട്ടനും ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങൾ ഇങ്ങനെ സമയം കിട്ടും, ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും. എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കൂട്ടുകാർ വരെയുണ്ട്. ഇപ്പോ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്ര എളുപ്പമല്ല ഈ സിനിമ. അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, പലപ്പോഴും പതറിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ദ്രേട്ടൻ, ഞങ്ങള് ഈ പറഞ്ഞ പോലെ 2-3 സിനിമകളെ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും ഓമത്തും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ ഒരു അവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ദ്രേട്ടൻ്റെ കൂടെയും പിന്നെ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. മഞ്ജു ചേച്ചി, ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ വേറൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ സിനിമയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ്. വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. വലിയ സന്തോഷം. പിന്നെ രാജുവേട്ടനെ പറ്റിയിട്ട് ഞാൻ പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ 7th Day എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. ഇത് 2014 അപ്പൊ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, രാജുവേട്ടനായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. കുറെ ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എന്നിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് രാജുവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. അന്ന് 7th Day ഷൂട്ടിന്റെ സമയത്ത്. അതിനുശേഷം എന്നെ മൊയ്തീൻ ചെയ്തു. ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ ഒരുപാട് സന്തോഷം, സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും, എന്റെ പെർഫോമൻസും നല്ലതാണെന്ന് പറയുന്നുണ്ട്, സന്തോഷം. അപ്പൊ പുള്ളി എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് എനിക്ക് വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും, നന്നായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ. അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരിക. പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു 90% എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളുകളാണ്. അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല, പുള്ളിക്ക് അത് അന്നേ മനസ്സിലായില്ല.